ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ കൃപാനുകമ്പാകാരുണ്യം നൃശംസ്യം ച ഭാരത തഥാർജവം ക്ഷമാസത്യം കുരുഷ്വേതത് വിശിഷ്യതേ. കുരുവംശത്തിൽ ഇങ്ങനെയുള്ള ഗുണമൂല്യങ്ങളാണ് രത്നരത്നങ്ങളായി അവരിൽ ശോഭിക്കുന്നത്. തസ്മിന്നേവം വിധേ രാജൻ കുലേ മഹതി തിഷ്ഠതി ത്വന്നിമിത്തം വിശേഷേണ നേഹയുക്തം അസാമ്പ്രതം. തസ്മിൻ ഏവം വിധേ രാജൻ, അല്ലേ മഹാരാജാവേ കേൾക്കൂ, കുലേ മഹതി തിഷ്ഠതി. അങ്ങ് ഏത് വംശത്തിൽപ്പെട്ട ആളാ? കുരുവംശത്തിൽ. പഴയ കാലത്ത് കുരു തപസ് ചെയ്തു. ആ ഭൂമിയാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ യുദ്ധം നടക്കാൻ പോകുന്നത്. ആ കുരു തപസ് ചെയ്ത് അതിപവിത്രവും പാവനവും ദിവ്യവുമാക്കി തീർത്തിട്ടുള്ള ഒരു വംശ പാരമ്പര്യമാണ് അങ്ങയ്ക്കുള്ളത്. ആ പാരമ്പര്യത്തിന് ഓർത്ത് തസ്മിൻ ഏവം വിധേ രാജൻ കുലേ മഹതി തിഷ്ഠതി, അതിമഹത്തായ കുലം വാണുകൊണ്ടിരിക്കെ, തസ്മിൻ ഏവം വിധേ രാജൻ കുലേ മഹതി തിഷ്ഠതി ത്വന്നിമിത്തം വിശേഷേണ നേഹയുക്തം അസാമ്പ്രതം. അങ്ങനെയുള്ള ഒരു വിശേഷപ്പെട്ട കുലത്തിൽ, ഗുണഭൂയിഷ്ഠമായിരിക്കുന്ന ഒരു കുലത്തിൽ, ത്വന്നിമിത്തം മഹാരാജാവേ അങ്ങ് മൂലം, അങ്ങ് കാരണമായി, അങ്ങയുടെ സമയോചിതമായ നടപടിയുടെ കുറവ് കൊണ്ട് നിർത്തേണ്ടത് നിർത്താതെ, അനനുവദനീയമായിട്ടുള്ളത് തിരസ്കരിക്കാതെ, കണ്ണിന് കാഴ്ചയില്ല പക്ഷേ ചെവിക്ക് കേൾക്കാൻ പറ്റാതെ വന്നിട്ടില്ല, മനസ്സ് ചിന്തിക്കാതെ ഇരിക്കുന്നുമില്ല. അപ്പം അങ്ങയുടെ മനസ്സിലും ബുദ്ധിയിലും വേണ്ടതുപോലെ മനസ്സിലാക്കി ചിന്തിച്ച് നിർത്തേണ്ടത് നിർത്തി, അരുതാത്തത് അകറ്റി, കൊള്ളാവുന്നതിനെ കൊണ്ട് അങ്ങനെ നടക്കണം. അതിൽ എന്തെങ്കിലും ഒരു കുറവോ മടിയോ ആലസ്യമോ വന്നാൽ തകരാറായി. ത്വന്നിമിത്തം വിശേഷേണ നേഹയുക്തം അസാമ്പ്രതം. ഇവിടെ ഒരിക്കലും ഒരമംഗളം ഉണ്ടായിക്കൂടാ. ആ അമംഗളം ഒഴിവാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ കൂടുതലും ഈ കുരുവംശത്തിനെ പറ്റിയിട്ടുള്ള ചിന്തയാണ്. ഇവിടെ തെറ്റായ നീക്കം ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ ഭാഗത്തു നിന്നാണ്, അങ്ങയുടെ പുത്രന്മാർ വഴിക്കാണ്. അതാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. പാണ്ഡവന്മാരെ ചൊല്ലി ഒരപകടവും ഇല്ല, വരാനും പോകുന്നില്ല. ദുര്യോധനാദികളാണ് ഇവിടെ അപകടക്കാർ. ആ അപകടക്കാർക്ക് അവരുടെ കുലവംശവും അവരുടെ വംശം, അതിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ പ്രസിദ്ധി, അവർക്ക് സ്വായത്തമായിരിക്കുന്ന ഗുണങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഓർമ്മപ്പെടുത്തി അവരെ ഒന്ന് ഒതുക്കണം, നിർത്തണം, തടുത്തു നിർത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ താക്കോല് മുഴുവൻ മഹാരാജാവേ അങ്ങയുടെ ഒരൊറ്റ ആളുടെ കയ്യിലാണ്. തസ്മിന്നേവം വിധേ രാജൻ കുലേ മഹതി തിഷ്ഠതി ത്വന്നിമിത്തം വിശേഷേണ നേഹയുക്തം അസാമ്പ്രതം. പാണ്ഡവപക്ഷത്തിൽ നിന്ന് ശാന്തി സന്ദേശവുമായി വന്ന് കൃഷ്ണൻ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന സമയത്ത് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ രാജധാനിയിൽ ഒരു നിലയ്ക്ക് നിറഞ്ഞ സദസ്സാണ്. മുമ്പ് പറഞ്ഞുവല്ലോ നമ്മൾ, ആ സദസ്സിൽ ഈ നടക്കാൻ പോകുന്ന സംഗതി എത്ര നിർണായകമാണ്, അതിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ട്. അതേസമയം കൃഷ്ണനെ പോലെയുള്ള ഒരു വിശേഷപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം എങ്ങനെയാണ് ഈ ദുര്യോധനൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ധൃതരാഷ്ട്രൻ്റെ മുമ്പിൽ ഈ ശാന്തി സന്ദേശം അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൗതുകത്തോടു കൂടി കാണാനും കേൾക്കാനും വന്നു കൂടിയിട്ടുള്ള മഹർഷിമാരടക്കമുണ്ട് അവിടെ. ഈ മഹർഷിമാർ വാസ്തവത്തിൽ ക്ഷണിച്ചു വന്നിട്ടുള്ളവരല്ല, അവരുടെ സ്വന്തം താല്പര്യത്തിലാണ് വന്നിരിക്കുന്നത്. അവിടെയാണ് കൃഷ്ണൻ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, പാണ്ഡവന്മാർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസ പ്രതിപാദനത്തിൽ അത് വേണ്ടതുപോലെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രംഗമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. മഹാഭാരതത്തിൻ്റെ മാത്രമല്ല, ഭാരതത്തിൽ ഇന്നേ വരെ നാം രൂപപ്പെടുത്തിയിട്ടുള്ള ധർമ്മ ചർച്ചയുണ്ടല്ലോ, ധാർമ്മികമായ ചിന്തകൾ, തത്വങ്ങൾ, മൂല്യങ്ങൾ, സിദ്ധാന്തങ്ങൾ, അവയെ അവതരിപ്പിക്കുന്ന രീതി, അതുകൊണ്ടുണ്ടാവുന്ന ചർച്ച, അതിൽ പ്രതികരണം, പ്രതിപ്രതികരണം, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ കൃഷ്ണൻ്റെ സംസാരത്തിന്, അവതരണത്തിന് വലിയ ഒരർത്ഥമാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കും, ഈ കൃഷ്ണനെ പോലെ സംസാരിക്കാൻ സാധിക്കുന്ന അംബാസഡർമാരാണ് നമുക്ക് ഭാരതത്തിന് വേണ്ടതെന്ന്. ഈ അംബാസഡർമാർ എന്ന് പറഞ്ഞാൽ നയതന്ത്ര പ്രതിനിധികളുണ്ടല്ലോ, അത് സാധാരണ സുഹൃദ് രാജ്യങ്ങളിലേക്കാണ് പോവുക.
ആ സൗഹൃദം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അംബാസഡർ അവിടെ നിൽക്കുമെന്ന് തന്നെ സംശയമാണ്. അങ്ങനെ പോകുന്നവരെല്ലാവരും കൃഷ്ണൻ ഇവിടെ പോയിട്ടുള്ളത് സുഹൃത്തുക്കളുടെ അടുത്തല്ല, നേരെ മറിച്ച് ശത്രുക്കളുടെ അടുത്താണെന്ന് പറയണം. എന്നിട്ടും അദ്ദേഹം അവതരിപ്പിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, വളരെയധികം ഗ്രഹിക്കേണ്ട കാര്യങ്ങളുണ്ടതിൽ. സാധാരണ ഒരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു നയതന്ത്ര പ്രതിനിധി പുറത്തു പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ സംസ്കാരം, അതിനുള്ള പഴമ, അവരുടെ പൈതൃക വിശേഷം, ജനങ്ങളുടെ സ്വഭാവം, രീതി, അവരെ നയിക്കുന്നതായ അരാഷ്ട്രീയമോ അല്ലെങ്കിൽ രാഷ്ട്രീയ അതീതമായിരിക്കുന്ന ഭാവവികാരങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറമേയുള്ളവർക്ക് നമ്മുടെ രാജ്യത്തിനെ പറ്റി മനസ്സിലാവില്ല. ഇവിടുത്തെ പ്രധാനമന്ത്രി ആരാണ്, ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത്, ഓപ്പോസിഷൻ പ്രതിപക്ഷത്തിന് എത്രത്തോളം ശക്തിയുണ്ട്, പ്രതിപക്ഷം ഒന്നാണോ ഒന്നിൽ കൂടുതലുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആധുനികമാണ്. പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഉപഭൂഖണ്ഡ ഭൂമി മാത്രമല്ല, അതിലത്തെ സസ്യങ്ങളോ വൃക്ഷങ്ങളോ അല്ല, അതിൽ ജന്മജന്മങ്ങളായി യുഗയുഗങ്ങളായി വളർന്നു പോന്നിട്ടുള്ള ജനതയാണ്. ആ ജനത അനാദിയായിരിക്കുന്ന വേദകാലം മുതൽക്ക് ഇന്നത്തെ ഈ കൊല്ലം വരെ വിടാതെ പിടിച്ചു പോകുന്ന ചില സംസ്കാരത്തിൻ്റെ കണ്ണികളുണ്ട് വരും. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അത് എത്രത്തോളം നാം പറഞ്ഞ് മനസ്സിലാക്കുന്നുവോ അത് മനസ്സിലാക്കുന്നിടത്തോളം വിദേശങ്ങൾക്കും വിദേശികൾക്കും നമ്മളോട് ബഹുമാനവും ആദരവും കൂടുകയുള്ളൂ. നമ്മുടെ അംബാസഡർമാരാരെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കാൻ പുറപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ബാക്കിയൊക്കെ വിടൂ, എവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിക്കുക. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ പൈതൃകം 5151 കൊല്ലത്തിലേറെ മുൻപ് എഴുതിയിട്ടുള്ള ഒരു വലിയ സംഹിതയുണ്ട് ഞങ്ങൾക്ക്, ചരിത്ര സംഹിത. ആ ചരിത്ര സംഹിതയുടെ പ്രധാനപ്പെട്ട കണ്ണികളോ കാതലോ കഴുമ്പോ ഇന്നതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഏതെങ്കിലും നയതന്ത്ര പ്രതിനിധി പുറപ്പെട്ടിട്ടുണ്ടോ? അത് രാഷ്ട്രീയത്തിൽ ഒതുങ്ങില്ല എന്നാണ് അവരുടെ വിചാരം. അങ്ങനെയല്ല, ഒരു രാജ്യത്തെയോ പ്രജകളെയോ പ്രതിനിധാനം ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അതിന് ഈ പശ്ചാത്തലങ്ങളൊക്കെ വേണം. കൃഷ്ണൻ എങ്ങനെയാണ് അവിടെ പോയി അവതരിപ്പിക്കുന്നത്? കൃഷ്ണനും യുധിഷ്ഠിരനുമായി കുറേ സംസാരം നടത്തും, ദ്രൗപദിയായി നടന്നു, മറ്റ് സഹോദരന്മാരായും നടന്നു. അത്രേ ഉള്ളൂ. ഇന്നത് പറയണം കൃഷ്ണ എന്ന് പറഞ്ഞയച്ചിട്ടില്ല. പറയുന്നതും അവതരിപ്പിക്കുന്നതുമൊക്കെ കൃഷ്ണൻ സ്വമേധയാ ചെയ്യുന്നതാണ്. പക്ഷേ പാണ്ഡവന്മാരുടെ ഹിതത്തിനും കൗരവന്മാരുടെ തകരാറില്ലായ്മയ്ക്കും വേണ്ടി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. തേ പുത്രാഹ തവ കൗരവ്യ ദുര്യോധന പുരോഗമാഹ ധർമാർത്ഥൗ പൃഷ്ഠതഃ കൃത്വാ പ്രചരന്തി നൃശംസവത്. രണ്ടുപേർക്കും മധ്യത്തിൽ ഒരു ശാന്തി നേടിയെടുക്കണം, ഒരു സഖ്യമുണ്ടാക്കണം എന്നുള്ളതാണല്ലോ ഇപ്പോൾ ആവശ്യം. അപ്പോൾ ഇരുകൂട്ടരെ പറ്റിയും പറയേണ്ടി വരും. പാണ്ഡവന്മാർ ഏത് തരത്തിലുള്ളവരാണ്, കൗരവന്മാർ ദുര്യോധനാദികളിലെയോ അവരുടെ സ്വഭാവം എന്ത്, ധൃതരാഷ്ട്ര മഹാരാജാവ് എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത്, അത് ശരിയാണോ? ഇങ്ങനെ വരും വരായകളും ശരിതെറ്റുകളും നന്മതിന്മകളും ആശാസ്യം അനാശാസ്യം എന്ന് പറയുന്ന വശങ്ങളും എല്ലാം ഉറപ്പിച്ചു പറയാൻ പറ്റണം. അവിടെ പോയി പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, നല്ല പോലെ പറയണം. തേ പുത്രാഹ തവ കൗരവ്യ ദുര്യോധന പുരോഗമാഹ ധർമാർത്ഥൗ പൃഷ്ഠതഃ കൃത്വാ പ്രചരന്തി നൃശംസവത്. ഇന്നേ വരെ ഹസ്തിനപുരത്തിൽ ആദ്യം മുതൽക്ക് ഒരുമിച്ച് ജീവിച്ച കാലം മുതൽക്ക് ഇന്നേ വരെ നടന്നത് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ അങ്ങയുടെ പുത്രന്മാരുണ്ടല്ലോ, തേ പുത്രാഹ തവ കൗരവ്യ ദുര്യോധന പുരോഗമാഹ. അങ്ങയ്ക്ക് എത്ര കുട്ടികളാ? ആൺകുട്ടികൾ തന്നെ 100 പേരുണ്ട്. ആ 100 പേരിൽ ആദ്യത്തത് ദുര്യോധനാണ്. അങ്ങനെ ദുര്യോധനെ മുൻനിർത്തി തലപ്പത്ത് നിർത്തിക്കൊണ്ട് അങ്ങയുടെ പുത്രന്മാരെല്ലാവരും കൂടി എന്താ ചെയ്തിട്ടുള്ളതെന്നറിയാമോ? ധർമാർത്ഥൗ പൃഷ്ഠതഃ കൃത്വാ. എന്താ അതിനർത്ഥം? ആദ്യമായിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കുക. എന്തിനാ ഈ ഭരണഘടന? അനവധി പ്രോവിൻസസ് സംസ്ഥാനങ്ങളുണ്ട് ഇവിടെ. സംസ്ഥാനത്തിൽ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഭാഷയും സംസ്കാരവും നമ്മുടെ ഭക്ഷണം വേഷവിധാനം ഇതിലൊക്കെ മാറ്റമുണ്ട്. ഈ സംസ്ഥാനങ്ങളെയെല്ലാം കൂട്ടിപ്പിടിപ്പിച്ച് ഒരു ഫെഡറൽ സമ്പ്രദായത്തിൽ നമുക്കൊരു ഭരണഘടന എഴുതിയുണ്ടാക്കി ഒരു കൂട്ടഭരണം, ഒരു കേന്ദ്ര ഭരണം, സംസ്ഥാന ഭരണം ഇതൊക്കെ സമാന്തരമായി നടത്തിക്കൊണ്ടു പോകണം.
അപ്പോൾ എന്ത് നടത്തണമെങ്കിലും അതിനൊരു വ്യവസ്ഥ എന്ന് പറയുന്നത് ആവശ്യമാണ്. അതാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത്. ആ ഭരണഘടന പ്രജകൾ അവർക്ക് തന്നെ സ്വയം പ്രദാനം ചെയ്തു. അന്ന് മുതൽക്ക് 1950 മുതൽക്ക് നാം ആ ഭരണഘടനയുടെ കീഴിലാണ് എന്ത് ഭരണ നീക്കങ്ങളും പ്രജകളുടെ പെരുമാറ്റവും ഇവിടെ ഉള്ളത്. അത് മുഴുവനും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ജനങ്ങൾക്ക് എന്നുള്ളത് വേറെ ഒരു വശം. പക്ഷെ അതിൻ്റെ കീഴിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. നമുക്കൊരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ ആ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്തു, ചീഫ് ജസ്റ്റിസ് പറഞ്ഞു കൊടുത്തു. അത് എന്തിൻ്റെ കീഴിലാണ്? ഭരണഘടനയുടെ കീഴിലാണ്. പ്രധാനമന്ത്രി അതെ, മുഖ്യമന്ത്രി അതെ, എല്ലാവരും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ചെയ്യുമ്പോൾ അതിനൊരു വ്യവസ്ഥയുണ്ട്. അതിലെന്തെങ്കിലും ലംഘനം വന്നാൽ ഏതു പൗരനും അത് വിളിച്ചു പറയാം, ചോദ്യം ചെയ്യാം, അതിന് മറുപടി ആവശ്യപ്പെടാം, അതിനെ ആശയത്തെളിച്ചം ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാം. അതുപോലെ ഒന്നാണ് ധർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ പുരുഷാർത്ഥങ്ങൾ 4 ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സംസാരിക്കുന്നതിൽ, ചിന്തിക്കുന്നതിൽ, പെരുമാറുന്നതിൽ, സമ്പർക്കം നടത്തുന്നതിൽ, എന്ത് കാര്യം എവിടെ ചെയ്യുകയാണെങ്കിലും അത് ധർമ്മത്തിന് വിധേയമാകണം, നീതിയുക്തമാവണം, സത്യയുക്തമാവണം, മര്യാദയോട് കൂടിയിരിക്കണം, വേണ്ടത്ര നിയന്ത്രണം വേണം. നമ്മെപ്പോലെ ബാക്കിയുള്ളവരും ലോകത്തിൽ ജീവിക്കുന്നുണ്ട്, സഹവർത്തിത്വം അനുവദിക്കുന്നതാവണം. ഒരാൾ ഇനി ഒരാളുടെ തലയിലോ അല്ലെങ്കിൽ മേലോ കുതിര കയറാൻ പാടില്ല. ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ ധർമ്മം. അത് സങ്കീർണമാണ്, വളരെ സൂക്ഷ്മമാണെന്നിരിക്കട്ടെ. ഈ ധർമ്മം കൊണ്ട് വേണം പണം സമ്പാദിക്കാൻ. അർത്ഥം എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല. ഇപ്പോൾ ദുര്യോധനൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം അത് അർത്ഥമായിട്ടാണ് പരിഗണിക്കേണ്ടത്. ആ കയ്യിൽ വെച്ചിട്ടുള്ള രാജ്യം ശരിയല്ല, അത് മടക്കി കൊടുക്കാൻ സമയമായി കൊടുക്കണം എന്നുള്ളതാണല്ലോ ഇവിടെ ചർച്ചാ വിഷയം. അപ്പോൾ ധർമ്മം, അർത്ഥം എന്ന് പറയുന്ന 2 പരിഗണനകളെയും വ്യവസ്ഥകളെയും പൃഷ്ഠതകൃത്വ അതിനെ അങ്ങോട്ട് പുറന്തള്ളി. ധർമ്മത്തിന് ഒരു മുൻതൂക്കമോ പരിഗണനയോ ഇല്ല, അർത്ഥത്തിനുമില്ല. കാര്യം നിങ്ങൾ രാജ്യം ഭരിച്ചോളൂ, രാജകുമാരന്മാരാണ്, യുവരാജാവാണ്, അച്ഛൻ അവിടെ ധൃതരാഷ്ട്രൻ മഹാരാജാവുമാണ്, ഒരു വിരോധവും ഇല്ല. പക്ഷേ ഏത് രാജ്യം? ധൃതരാഷ്ട്രനും ദുര്യോധനും മാത്രമേ ഇവിടെ രാജാക്കന്മാരായി ഉണ്ടാവാൻ പാടുള്ളൂ. എത്രയോ അധികം മറ്റു രാജ്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ. എത്രയോ രാജാക്കന്മാരും മഹാരഥന്മാരും ഒക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് ആ സദസ്സിൽ. അപ്പോൾ ഹസ്തിനാപുരം മാത്രമല്ല ഇവിടുത്തെ രാജ്യം, വേറെ രാജ്യങ്ങളും ഉണ്ട്, അതിലൊക്കെ രാജാക്കന്മാരും ഉണ്ട്. അപ്പോൾ രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ അവകാശപ്പെട്ടത് ഭരിക്കുക എന്നേ പറ്റുള്ളൂ. അത് വിട്ടിട്ടുള്ള ഒരു ഭരണം ശരിയല്ല. അന്യായമായി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അതും ശരിയല്ല. കൈ കയറി ഭരിക്കുന്നത് ശരിയല്ല. അപ്പം ധർമ്മം, അർത്ഥം എന്ന് പറയുന്ന 2 പരിഗണനകളെയും വ്യവസ്ഥകളെയും പൃഷ്ഠതകൃത്വ പിന്നിലാക്കി പുറന്തള്ളി പ്രചരന്തി നൃശംസവത്. ഈ വാക്കിന് വലിയ അർത്ഥമാണ്. അവരിവിടെ സഞ്ചരിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും നടക്കുന്നതും ഭരിക്കുന്നതും എങ്ങനെയാ? നൃശംസവത്. അന്യൻ്റെ ദുഃഖം കണ്ട് അവരെ പീഡിപ്പിച്ച് അതിലിങ്ങനെ രസിക്കുക. ഇതാണ് നമ്മുടെ മഹാരാജാവിൻ്റെ, രാജകുമാരൻ്റെ പോക്ക്. അതാണല്ലോ വനവാസം നടത്തുന്ന സമയത്ത് അവർ കഷ്ടപ്പെടുന്നത് കാണണം എന്ന് പറഞ്ഞ ആരെങ്കിലും ലോകത്തിൽ പോവുക? പറഞ്ഞയച്ചതോ തെറ്റ്. അവർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും തെറ്റ്. പക്ഷെ അവർ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്കൊന്ന് നുണയണം എന്ന് പറഞ്ഞിട്ടാണ് ദുര്യോധനൻ പോയത്. എന്നിട്ടാണ് ഗന്ധർവന്മാരോട് തോറ്റു തുന്നം പാടിയത്. വല്ല ആവശ്യമുണ്ടോ ഇതിന്? അപ്പം പരദുഃഖങ്ങളിൽ രസിക്കുക, നുണയ്യ, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു സ്വഭാവമായിട്ടാണ് ഇപ്പോൾ അവർ സഞ്ചരിക്കുന്നത്. ഇത് ശരിയല്ല. തേ പുത്രാഹ തവ കൗരവ്യ ദുര്യോധന പുരോഗമാഹ ധർമാർത്ഥവും പൃഷ്ഠതകൃത്വ പ്രചരന്തി നൃശംസവത്. ആ കൃഷ്ണൻ പറയുന്ന വിമർശനാത്മകമായിരിക്കുന്ന ഭാഗമാണത്. എപ്പോഴും ഈ അംബാസഡർ സംസാരിക്കുന്ന സമയത്ത് ദൗർബല്യത്തിൽ നിന്ന് സംസാരിക്കരുത്, ശക്തിയിൽ നിന്ന് വേണം സംസാരിക്കാൻ, ആത്മവിശ്വാസത്തിൽ നിന്ന് വേണം സംസാരിക്കാൻ, നല്ല പരിജ്ഞാനവും വേണം. പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയണം. അപ്പം പേടി കൊണ്ടൊന്നുമല്ല വന്ന് സംസാരിക്കുന്നത്, ന്യായം, നീതിയുക്തമായിട്ടാണ്. അശിഷ്ടാഗത മര്യാദ ലോഭേന ഹൃതചേതസഃ സ്വേഷു ബന്ധുഷു മുഖ്യേഷു തദ്വേത്ഥ പുരുഷർഷഭ. ആരോടാ സംസാരിക്കുന്നത്? അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവോടാ. അവിടെ അനവധി ആൾക്കാരുണ്ടെങ്കിലും നമ്മുടെ പാർലമെൻറ്റിലെ പ്രൊസീഡിങ്സൊക്കെ ഉണ്ടല്ലോ, നടപടികളൊക്കെ ഇപ്പം നമുക്ക് ദൂരദർശനിലും ചാനലിലും ഒക്കെ കാണാം. അങ്ങനെ ആ പാർലമെൻറ്റിൻ്റെ പ്രൊസീഡിങ്സ് ഇടുമ്പോൾ ഒരു നിയമമുണ്ട്, ഒരു വ്യവസ്ഥ. ഏതെങ്കിലും മെമ്പർ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ അധ്യക്ഷ മഹാശയനുണ്ടല്ലോ, അധ്യക്ഷ മഹോദയനെ നോക്കി വേണം സംസാരിക്കാൻ. എന്താ കാരണം?
അധ്യക്ഷൻ ഈ പക്ഷത്തിലും പെടില്ല, ആ പക്ഷത്തിലും പെടില്ല. അപ്പം അദ്ദേഹത്തിനെ നോക്കി സംസാരിക്കുമ്പോൾ ക്ഷോഭമില്ലാതെ, വികാരങ്ങളില്ലാതെ സംസാരിക്കാം. വിവേകം മാത്രമേ സംസാരത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. നേരെ മറിച്ച് ഭരണപക്ഷത്തു നിന്ന് ഒരാൾ എണീറ്റു, ആ വാക്കുകളൊക്കെ കുറേ മുള്ളുവാക്കുകളായിരുന്നു, അങ്ങോരുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ അതിന് എതിർഭാഗത്തു നിന്ന് കുറേ വികാരങ്ങൾ വരും. അത് പാടില്ല എന്നാണ്. അപ്പം അധ്യക്ഷൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുകയാണ് ഇവിടെ. അതുപോലെ ദുര്യോധനൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ തെറ്റുകൾക്കൊക്കെ അച്ഛനെ സാധാരണ നിലയ്ക്ക് നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. അപ്പം ധൃതരാഷ്ട്രനാണ് അവിടെ മഹാരാജാവ്. അപ്പം അദ്ദേഹത്തിന് നോക്കി പറയുകയാണ്. ഇവിടെ ഈ ദൂത് പറയാൻ വന്നിട്ടുള്ളത് ആരോടാ? മഹാരാജാവിനോടാണ്. അശിഷ്ടാഗത മര്യാദ ലോഭേന ഹൃതചേതസഃ സ്വേഷു ബന്ധുഷു മുഖ്യേഷു തദ്വേത്ഥ പുരുഷർഷഭ പ്രചരന്തി നൃശംസവത് എന്ന് പറഞ്ഞുവല്ലോ. നൃശംസന്മാരെ പോലെയാണ് അവർ സംസാരിക്കുന്നതും പെരുമാറുന്നതുമെല്ലാം. എത്രയെത്ര കഷ്ടപ്പെടുത്തി പാണ്ഡവന്മാരെ, എന്തൊക്കെ അവരിൽ അടിച്ചേൽപ്പിച്ചു. അശിഷ്ടാഹ, ശിഷ്ടാചാരങ്ങളൊന്നുമില്ല അങ്ങയുടെ പുത്രന്മാരുടെ പെരുമാറ്റത്തിൽ. ആദ്യമേ മുതൽ വനത്തിലേക്ക് പറഞ്ഞയക്കാൻ ചൂതിന് വിളിച്ച ആ സമയത്തല്ല, അതിന് മുൻപേ മുതൽക്ക് ഗതമര്യാദാഹ. മര്യാദ എന്നൊരു വാക്കുണ്ട്. അതിന് മലയാളത്തിലൊക്കെ എന്താ പറയുക? നമ്മൾ എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനൊക്കെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി വിട്ടിട്ടുള്ള പെരുമാറ്റത്തിനാണ് ഗതമര്യാദ എന്ന് പറയുന്നത്. എന്ത് കാര്യമാണെങ്കിലും അതിനൊരു ലിമിറ്റ് വേണം. ആ ലിമിറ്റില്ലാതെ അവർ ആദ്യമേ മുതൽക്ക് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ലോഭേന, എന്താ ഈ ലോഭം? കയ്യിലുള്ളത് പോരാ, കുറേ കൂടി കിട്ടണം. ആ കിട്ടണം എന്ന് വിചാരിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടതാണോ, കയ്യിൽ ഒതുങ്ങാവുന്നതാണോ, അതോ തട്ടിയെടുക്കേണ്ടി വരുമോ, ബാക്കിയുള്ളവരെ നിഷേധിക്കേണ്ടി വരുമോ, അതൊന്നും ആലോചിക്കണില്ല. എനിക്ക് കിട്ടണം. ആ അത്യാർത്ഥി ലോഭം എന്ന് പറയുമല്ലോ, ആ ലോഭം. ഹൃതചേതസഃ, ഈ ഗതമര്യാദന്മാരായി അശിഷ്ടന്മാരായി ലോഭം എന്ന് പറയുന്ന ആ ദുരയുണ്ടല്ലോ, അതിനാൽ ഹൃതചേതസഃ, അത് ഇടയ്ക്കിടയ്ക്കൊക്കെ സാധാരണ മനുഷ്യ മനസ്സിലുണ്ടാവും. അത് ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നാം തടഞ്ഞു നിർത്തി, അടക്കി നിർത്തി മുൻപോട്ട് പോവുക എന്നൊരു സമ്പ്രദായമുണ്ട്. ഇതല്ല, ഹൃതചേതസ് എന്നാണ് പറയണത്. മനസ്സിനെ പൂർണ്ണമായിട്ട് അപഹരിച്ചു ഈ ലോഭം എന്ന് പറയുന്നത് അത്യാർത്ഥി. അങ്ങനെ മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് അപഹരിച്ചിരിക്കുന്നു. അപഹൃത ചേതസ്സുകളായി സ്വേഷു ബന്ധുഷു മുഖ്യേഷു തദ്വേത്ത പുരുഷർഷഭ. എന്നിട്ടോ ഇതിനെല്ലാറ്റിനും ഇരയായത് ആരാ? സ്വേഷു ബന്ധുഷു മുഖ്യേഷു. അവനവൻ്റെ സ്വന്തം ബന്ധുക്കളാണ്, അച്ഛൻ്റെ സഹോദരൻ്റെ മക്കളാണ്, ഒരുമിച്ച് ജീവിച്ചതാണ്, ഒരേ മുത്തശ്ശൻ്റെ മടിയിലിരുന്ന് ജീവിച്ചവരാണ്, ഒരേ മുതിർന്നവരുടെ കീഴിൽ അവരുടെ ചൊൽപ്പടിക്ക് ജീവിച്ച് വരുന്നവരാണ്, അന്യന്മാരല്ല. അച്ഛൻ ഒരു സ്ഥലത്ത് സ്വന്തം വീട് കെട്ടി പാർത്തു, അനിയൻ വേറൊരാൾ വേറൊരു സ്ഥലത്ത് പാർത്തു, അങ്ങനെയല്ല. ഒരേ രാജധാനിയിൽ, ഒരേ രാജകുടുംബത്തിൽ, ഒരേ പരിരക്ഷണത്തിൽ ജീവിച്ചവരാണ്. അവരോടാണ് ഈ മര്യാദക്കേടൊക്കെ കാണിച്ചിരിക്കുന്നത്. തദ്വേത്ത പുരുഷർഷഭ. ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങക്കിത് പൂർണ്ണമായിട്ട് അറിയാം. അങ്ങ് ഓരോന്നും ഒറ്റ തിരിച്ച് കണ്ടിട്ടില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കാം, കണ്ണു കാണാത്തത് കൊണ്ട്. പക്ഷേ എന്ത് നടക്കുന്ന സമയത്തും അത് അങ്ങയെ പറഞ്ഞ് ധരിപ്പിക്കാനുള്ള വ്യവസ്ഥ ഈ രാജധാനിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യവും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങയ്ക്ക്. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നടക്കുന്നതിന് മുൻപ്, നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നടന്നതിന് ശേഷമെങ്കിലും അങ്ങക്ക് ഇതിൻ്റെ റിപ്പോർട്ടും പ്രസ്താവനകളും എല്ലാം കിട്ടിയിട്ടുണ്ട്. അശിഷ്ടാഗത മര്യാദ ലോഭേന ഹൃതചേതസഃ സ്വേഷു ബന്ധുഷു മുഖ്യേഷു തദ്വേത്ത പുരുഷർഷഭ. ഇതാണ് ത്വയി അധീന ശമോ രാജൻ മയി ചൈവ വിശാംപദേ പുത്രാൻ സ്ഥാപയ കൗരവ്യ സ്ഥാപയിഷ്യാമ്യഹം പരാൻ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആ കൃഷ്ണൻ്റെ അവതരണത്തിൻ്റെ മഹിമ? ഒരു ഭാഗത്ത് അദ്ദേഹം ആവശ്യപ്പെടുന്നു, മറുഭാഗത്ത് നിർബന്ധിക്കുന്നു. ഇതൊക്കെ പറയുന്ന സമയത്ത് ധൃതരാഷ്ട്രപക്ഷത്തിൽ നിന്ന് ദുര്യോധനൻ മൂലം ഉണ്ടായിട്ടുള്ള അനീതികളെ വിട്ടുകളയാതെ അതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഇത് പറയുന്നത് എന്തിനാ? നാം ചെയ്തതൊക്കെ തെറ്റാണ്. ആ അപരാധബോധം ഇപ്പോഴെങ്കിലും ഉണ്ടായി. ഇനി ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും ഈ യുദ്ധം എന്ന് പറയുന്ന ആ കടും കയ്യിലേക്ക് എത്തിക്കാതെ കഴിക്കണം എന്നാണ്. മറുഭാഗത്തു നിന്ന് വന്നവർക്ക് അവരുടെ മനസ്സ് വ്രണപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അവർ യുദ്ധം ചെയ്യാൻ തയ്യാറ് തന്നെയാണ്.
എന്നാലും ആ നന്മയുടെ പേരിൽ, ശാന്തിയുടെ പേരിൽ, സഹവർത്തിത്വത്തിൻ്റെ പേരിൽ, സാഹോദര്യത്തിൻ്റെ പേരിൽ, ക്ഷമ, സഹിഷ്ണുത, അതിൻ്റെ പേരിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാം എന്നുള്ളൊരു പുറപ്പാടാണ്. അപ്പോൾ ത്വയ് അധീനഃ ശമോരാജൻ മയി ചൈവ വിശാംപതേ. ഈ കീഴ്ക്കടെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വയ്ക്കുമ്പോൾ അങ്ങയ്ക്ക് തന്നെ തോന്നും, ഇനി ഇവിടുന്ന് അങ്ങട് ഈ കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കണ്ട എന്ന് തോന്നേണ്ടതാണ്. അപ്പോൾ പറയാണ് ത്വയ് അധീനഃ ശമോരാജൻ. എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദുര്യോധനൻ യുവരാജാവാണ്. എന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങയോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ചൂതുകളിക്ക് വേണ്ടി അങ്ങയോട് ചോദിച്ചു, രണ്ടാമത് വിളിക്കാൻ അങ്ങ് സമ്മതിച്ചു, എന്തെല്ലാം നടന്നിട്ടുണ്ടോ അത് മുഴുവനും അങ്ങോട് ചോദിച്ചും അങ്ങ് സമ്മതിച്ചുമാണ്. ദ്രൗപദിയുടെ വസ്ത്രമൊക്കെ പിടിച്ചു വലിച്ച് ആ നിറഞ്ഞ കുരുസദസ്സിൽ ഒരു തീരുമാനവും ഇല്ലാതെ വന്ന് അവസാനം കഴുകൻ വരെ അഗ്നിഹോത്രത്തിൻ്റെ മുമ്പിൽ പറക്കാൻ തുടങ്ങി ഓരിക്കുറുക്കൻ ഓരിയിട്ട് കഴുതകളൊക്കെ കരയാനും തുടങ്ങിയപ്പോഴോ നിർത്തിയതാരാ? അതും അങ്ങയാണ്. ദുര്യോധനല്ലല്ലോ ആ അക്രമം നിർത്തിയത്. അപ്പം അങ്ങയുടെ കയ്യിലാണ് ഇതിൻ്റെ താക്കോല്. ത്വയ് അധീനഃ ശമോരാജൻ. ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കണത്? ശമം സമ്പാദിക്കാൻ, ശാന്തി സമ്പാദിക്കാൻ. ആ ശമത്തിൻ്റെ താക്കോല് മഹാരാജാവേ ത്വയ് അധീനഃ, അങ്ങയുടെ കയ്യിലാണ്. മയി ചൈവ വിശാംപതേ. ഞാൻ പാണ്ഡവന്മാരുടെ പക്ഷം അവതരിപ്പിച്ചുകൊണ്ട് അങ്ങയോട് സംസാരിക്കാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പം ഈ സംസാരത്തിൽ ഞാൻ എന്ത് തീരുമാനിച്ചാലും അത് പാണ്ഡവന്മാർ കൈക്കൊള്ളും. അതിന് പൂർണ്ണ അധികാരത്തോടു കൂടി, അവകാശത്തോടു കൂടിയാണ് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. കൃഷ്ണ, അവിടെ ചെന്ന് എങ്ങനെയായാലും ശാന്തി നേടി വരണം എന്നാണ് യുധിഷ്ഠിരൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശാന്തി ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള തീരുമാനം ഒരു ഭാഗത്ത് അങ്ങയുടെ മനസ്സിലും അങ്ങയുടെ കയ്യിലും, മറുഭാഗത്ത് എൻ്റെ കയ്യിലുമാണ്. നമ്മൾ രണ്ടുപേരും ഈ കാര്യത്തിൽ തുല്യമാണ്. രണ്ടുപേരും കൂടി വേണം എന്ന് തീരുമാനിച്ചാൽ ശാന്തിയായി. വേണ്ട എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിലോ വഴക്കായി, മഹായുദ്ധമായി. ത്വയ് അധീനഃ ശമോരാജൻ മയി ചൈവ വിശാംപതേ. ദുര്യോധന പക്ഷത്തിൽപ്പെട്ടതിൻ്റെ തീരുമാനം അങ്ങയുടെ കയ്യിലാണ്, യുധിഷ്ഠിര പക്ഷത്തിൽപ്പെട്ടതിൻ്റെ തീരുമാനം എൻ്റെ കയ്യിലാണ്. അപ്പം ഇതെല്ലാം ആ വിസ്താരമൊക്കെ കുറഞ്ഞ് ഇപ്പം രണ്ട് വ്യക്തികളിലും അവരുടെ മനസ്സിലാണ് ഒതുങ്ങി നിൽക്കുന്നത്. പുത്രാൻ സ്ഥാപയ കൗരവ്യ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കുരുവംശജ, അങ്ങയോട് പറയാനുള്ളത് എന്താ? അങ്ങയുടെ പുത്രന്മാരെ ഇപ്പോഴെങ്കിലും നിലയ്ക്ക് നിർത്തൂ. അവർക്ക് എന്ത് വേണം എന്നുള്ളത് വരച്ച് കാണിച്ചു കൊടുക്കുക. ഈ വഴിക്കേ പോവാൻ പറ്റൂ, ഇത് വിട്ടു പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഉറച്ചങ്ങനെ പറയണം. പുത്രാൻ സ്ഥാപയ ഗൗരവ്യ സ്ഥാപയിഷ്യാമ്യഹം വരാൻ. ഇനി പാണ്ഡവപക്ഷത്തിലുള്ളവരോ അങ്ങനെ വിളിച്ചു വരുത്തൊന്നും വേണ്ട, സഭയൊന്നും കൂട്ടണ്ട, ഞാൻ അവരെ വേണ്ടതുപോലെ നിർത്തിക്കോളാം. കുറേ ദൂരത്തുള്ള പാണ്ഡവന്മാർ എൻ്റെ കയ്യിലും അടുത്തുള്ള ദുര്യോധനാദികൾ അങ്ങയുടെ കയ്യിലുമാണ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അങ്ങനെ തന്നെ നടപ്പാക്കപ്പെടും. അതിനെപ്പറ്റി സംശയിക്കരുത്. നോക്കൂ, അങ്ങോട്ട് കൊണ്ടുവരികയാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, അന്താരാഷ്ട്ര യുദ്ധങ്ങളെല്ലാം നടക്കുന്നത് വ്യക്തീയമായ രണ്ട് മനസ്സിലാണ്. ഈ മനസ്സെന്ന് പറഞ്ഞാൽ കൂട്ടായിട്ടുള്ളൊരു മനസ്സില്ലല്ലോ. മനസ്സ് ഒറ്റയ്ക്കൊറ്റയ്ക്കാണല്ലോ. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള മനസ്സിലാണ് വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ പുറപ്പെടുന്നത്. അത് ഒരാൾ മറ്റൊരാളോട് പറയുമ്പോഴാണ് ചിലർ അതോടുകൂടി യോജിച്ച് അതിനൊരു സംഘടിതമായിട്ടുള്ള ഒരു നില വരുന്നത്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലും അവസാനം ആ വ്യക്തിയുടെ മനസ്സുപോലെയാണ്. ഇപ്പം നെപ്പോളിയൻ ഒരൊറ്റ ആൾ, ഹിറ്റ്ലർ ഒരൊറ്റ ആൾ. ആ ഒറ്റ ആളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ക്രൂരതയാണ് ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കിട്ട് എന്താ പറയുക, ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത കടുങ്കൈ പ്രവർത്തിച്ചത്. ഗ്യാസ് ചേംബറിൽ ഇട്ടങ്ങോട്ട് നശിപ്പിക്കുക, മനുഷ്യരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരെങ്കിലും ചെയ്യുമോ? അത് ഗ്യാസ് ചേംബറിൽ അങ്ങോട്ട് ആക്കി കൊല്ലേ? എന്താ അത്? അവിടെ പോയാൽ വളരെ വൃത്തിയായിരിക്കാം, നല്ല കുളിയാന്നൊക്കെ പറഞ്ഞിട്ട് നേരം പോക്ക് പറഞ്ഞിട്ട് ആ ഗ്യാസ് ചേംബറിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരൊറ്റ ആളുടെ മനസ്സിലുള്ള കാഠിന്യതയാണ്. അത് പങ്കുവയ്ക്കാൻ ഇക്കണ്ട ആൾക്കാരെങ്ങനെ വന്നു എന്ന് ഞാൻ ഇപ്പോഴും അതിശയിക്കാറുണ്ട്. ഒരാളുടെ മനസ്സ് തെറ്റാം, എന്നാൽ ആ തെറ്റിയ മനസ്സോട് കൂടിച്ചേരാൻ ഇത്രയധികം ജനങ്ങളോ? നമ്മൾ മനുഷ്യരാണോ? മൃഗങ്ങളല്ലല്ലോ, മനുഷ്യരല്ലേ. അപ്പം മനുഷ്യർക്കും അങ്ങനെ തോന്നി. വ്യക്തീയമായിട്ട് മനസ്സിനൊരു സാക്ഷി, മനസ്സാക്ഷി,
നമുക്കൊരു കോൺഷ്യൻസ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. എവിടെ പോയി കോൺഷ്യൻസ് എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈജിപ്തിൽ നടന്നത് എന്താ? അവരുടെ ആ ജനകീയ മുന്നേറ്റത്തിൽ കുറേ സ്ത്രീകളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്ത് ചെയ്തു എന്നാ പറയണ കേൾക്കണത്? അവരെ കൂട്ടമായി ബലാത്സംഗം നടത്തി, അവരുടെ ശരീരവും അംഗങ്ങളുമെല്ലാം അത്ര മോശമായി, അതിന് സർജിക്കൽ ഇൻ്റർഫിയറൻസ്, സർജറി നടത്തി ശരിയാക്കുന്ന നില വരെ എത്തിയിട്ടുണ്ടത്രേ അവിടുത്തെ സ്ഥിതി. മനുഷ്യനാണോ നാം? എന്താണ് ഈ മനുഷ്യൻ്റെ ഇങ്ങനെയുള്ള പെരുമാറ്റത്തിന് അർത്ഥം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മൃഗങ്ങൾ ചെയ്താൽ നമുക്കൊന്നും പറയാനില്ല. അവർ ഇരയെടുക്കുന്ന സാധനങ്ങളെ കൊത്തി വലിച്ച് തിരിച്ചും മറിച്ചും അടിച്ചും, ഒരു പൂച്ച എലിയെ കൊന്നിട്ടല്ല തിന്നുക, അങ്ങനെ ചാവുന്നതിന് മുൻപ് തന്നെ തീറ്റ തുടങ്ങും. എന്നിട്ട് തിരിച്ചും മറിച്ചും മനുഷ്യനും അതുപോലെ. ഈ ആമകളെയൊക്കെ വിളിച്ച് മലർത്തിയിട്ട് കുറേശ്ശെ ആയിട്ട് മുറിച്ചു കൊടുക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. ഒരു ഭാഗം കിടന്ന് പെടയും, ഒരു ഭാഗം മുറിച്ചങ്ങനെ കൊടുക്കുക. അപ്പം മനുഷ്യന് ഇത്രയേ ക്രൂരതയാകാവൂ എന്നില്ല. ഈ മനുഷ്യനൊരു മനസ്സില്ലേ, ഒരു ബുദ്ധിയില്ലേ, ഒരു തൻ്റെ ഇടമില്ലേ, സഹിഷ്ണുത എന്ന് പറയണതില്ലേ, സഹൃദയത്വമില്ലേ എന്ന് തോന്നിപ്പോവും. അപ്പോൾ ത്വയധീനഃ ശമോ രാജൻ മയി ചൈവ വിശാംപദേ പുത്രാൻ സ്ഥാപയ കൗരവ്യ. ഞാനിവിടെ വന്നിട്ടുണ്ട്, ശാന്തി ഇരക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണൻ തുടങ്ങിയത്. ആ ഇരക്കാണ് എന്ന് പറഞ്ഞ് യാചിക്കുകയാണെന്ന് പറഞ്ഞ് തുടങ്ങി. ആ കൃഷ്ണൻ്റെ സ്വരത്തിലുള്ള ആ ഉയർച്ച കണ്ടോളൂ. എന്താ പറയണത്? മഹാരാജാവേ, അങ്ങ് ഒരൊറ്റ ആളുടെ മനസ്സാണ് ഈ സഖ്യം ശാന്തി വേണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കേണ്ടത്. ഞാൻ അതിനു വേണ്ടിയിട്ട് വന്നവനാണ്. അപ്പം എൻ്റെ പക്ഷം, പാണ്ഡവന്മാരുടെ പക്ഷം ശാന്തിക്ക് വേണ്ടി വ്രതബദ്ധരാണ്. അങ്ങയുടെ ഭാഗത്ത് മാത്രമേ സംശയമുള്ളൂ. ആ സംശയം തീരണമെന്നെങ്കിൽ വേറെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല. അങ്ങ് തീരുമാനിക്കണം ഒറ്റയ്ക്ക്. അതിന് തയ്യാറുണ്ടോ എന്നാ ചോദിക്കണേ കൃഷ്ണൻ. ആ പറയുന്ന പറച്ചിലുള്ള ഗൗരവം അളന്നെടുക്കാൻ പറ്റാത്തതാ. പുത്രാൻ സ്ഥാപയ കൗരവ്യ സ്ഥാപയിഷ്യാമ്യഹം പരാൻ. ഇവിടെ നിന്നിട്ടാ സംസാരിക്കണത്. പാണ്ഡവന്മാരുടെ കാര്യം എത്ര തന്നെ നിങ്ങൾ അവരെ ദ്രോഹിച്ച് അവർക്ക് അങ്ങേ അറ്റത്തെ വേദന ജനിപ്പിക്കുന്ന സ്മരണകളുണ്ടെങ്കിലും അവരെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. അപ്പം അവരുടെ ഭാഗത്തുനിന്ന് അനക്കുണ്ടാവില്ല. അങ്ങയുടെ ഭാഗത്തു നിന്നുള്ളത് അങ്ങ് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും പറയുമ്പോൾ ആ പറയുന്നതിന് കാര്യകാരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു നിർബന്ധം പറഞ്ഞാലേ കാര്യം നടത്താൻ പറ്റുള്ളൂ. ഒരു തീരുമാനം ഈ ശാന്തി ആവശ്യപ്പെടുന്നു, എന്തുകൊണ്ട് എന്നുള്ളത് മറുപടി പറയേണ്ടി വരും. അപ്പോൾ കൃഷ്ണൻ പറയാണ്, സ്വയം നിഷ്ഫലമാലക്ഷ്യ സംവിധസ്വ വിശാംപദേ സഹായഭൂതാ ഭരതാഃ തവൈവ സ്യുഃ ജനേശ്വരാ. സ്വയം നിഷ്ഫലമാലക്ഷ്യ സംവിധസ്വ വിശാംപദേ. നമ്മളിപ്പോൾ ശാന്തി ഉണ്ടാക്കിയില്ല, രണ്ടുപേരും തമ്മിൽ അടിച്ചു പൊടിച്ച് തല്ലി തകർത്തങ്ങോട്ട് നീങ്ങാന്ന് തീരുമാനിച്ചാൽ എന്താ ഉണ്ടാവുക? അതുകൊണ്ട് വല്ല ഫലം ഉണ്ടാവുമോ? ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഉപായപ്പെട്ട യുദ്ധമല്ല. നമ്മൾ കാണാൻ പോകുന്നത് 45 ലക്ഷം പടയാളികളാണ് അവിടെ കൂടാൻ പോകുന്നത്. അപ്പോൾ ഭാരതത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഉള്ളവർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മഹായുദ്ധം നടന്നാൽ അവസാനം എന്തുണ്ടാവും? അതിൽ പങ്കെടുത്തവരെല്ലാവരും കൊല്ലപ്പെടും, നിലംപതിക്കും. അങ്ങനെ ചെയ്തതിന് ശേഷം ഒരാൾ ജയിച്ചാൽ എന്താണ് ലാഭം എന്ന്? സ്വജനങ്ങൾ മുഴുവൻ പോയതിന് ശേഷം പിന്നെ ജയിച്ചിട്ട് എന്ത് വേണം? ആരുടെ കൂടെ ഇരുന്നിട്ടാണ് ഈ സുഖോ ഭോഗങ്ങളോ അനുഭവിക്കുക? അപ്പോൾ ഈ ശാന്തി വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടാൻ പോകുന്നത് കൂട്ടയുദ്ധമാണ്. ആ യുദ്ധം ചെയ്താൽ സർവരും മരിക്കും. ഒരു 2 ദിവസം യുദ്ധം ചെയ്ത് കുറേ ബാക്കി വെച്ച് ആരും സന്ധി ചെയ്യാൻ ആ സമയത്ത് പോകണില്ല. അതിന് ക്ഷാത്രധർമ്മം അനുവദിക്കൂല. നമ്മൾ പൊരുതുകയാണെങ്കിൽ ഒന്നിലോ ശത്രുവിനെ താഴത്ത് വിടണം, നമ്മൾ ജയിക്കണം, അല്ലെങ്കിലോ ശത്രുവാൽ നമ്മൾ കൊല്ലപ്പെടണം. ഇതാണ് ക്ഷത്രിയൻ്റെ യുദ്ധത്തിൻ്റെ ഉദ്ദേശം. തീരുമാനങ്ങളൊക്കെ മുമ്പ് നടത്തിക്കോളൂ, അതിന് ശേഷം ആ ചോദ്യം വരുന്നില്ല. സ്വയം നിഷ്ഫലമാലക്ഷ്യ. മനസ്സിൽ എത്രത്തോളം വൈരം വന്നാലും ആ വൈരം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് ശത്രുത തോന്നി, നിങ്ങൾക്ക് ആരോട് ശത്രുത തോന്നുന്നുവോ ആ ആൾ സുഖമായിട്ട് നിത്യവൃത്തി കഴിച്ച് നേരം പോക്കും രസമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ടാവും. നിങ്ങളുടെ മനസ്സാണ് ആ ശത്രുതയുടെ പേരിൽ നീറിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ എപ്പോഴും പറയും, ഹെയ്റ്റ് ഈസ് ഹെയ്റ്റബിൾ, ലവ് ഈസ് ലവബിൾ. എന്താ അതിനർത്ഥം? വെറുപ്പ് എന്ന് പറഞ്ഞാൽ അത് വെറുക്കപ്പെടേണ്ടതാണ്.
നിങ്ങൾക്ക് ആരോട് വെറുപ്പ് തോന്നിയാലും വെറുപ്പ് നിങ്ങളുടെ മനസ്സിനെയാണ് നീറ്റിക്കൊണ്ടിരിക്കുന്നത്, വേവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ആ വൈരം ഒരു ഭാഗത്ത്, വൈരത്തിൻ്റെ അനന്തരഫലമായ യുദ്ധം വേറൊരു ഭാഗത്ത്. ഇത് രണ്ടും നിഷ്പ്രയോജനമാണെന്ന് മനസ്സിലാക്കി സ്വയം നിഷ്ഫലമാലക്ഷ്യ, ഇത് അങ്ങ് സ്വന്തമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാ. ദുര്യോധന ഇവിടെ വാ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങ് സ്വയം ആലോചിച്ച് വൈരം വളർത്തുന്നതും പോഷിപ്പിക്കുന്നതും ശരിയല്ല, തത്ഫലമായി വരുന്ന യുദ്ധം ആശാസ്യമല്ല എന്ന് മനസ്സിലാക്കി സംവിധസ്വ വിഷാംപദേ, യുദ്ധമില്ലാത്ത സന്ധി, ആ യുദ്ധമില്ലാ കരാറിന് വേണ്ടി പരിശ്രമിക്കൂ, തയ്യാറാവൂ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഓരോ സന്ദർഭം വൈരത്തിൻ്റെയും ശത്രുതയുടെയും പേരിൽ വരുമ്പോൾ അത് അയൽപക്കക്കാരനോടാവാം, സ്വന്തം സഹോദരനോടാവാം, ചെറിയമ്മമാരി അങ്ങനെയുള്ളവരോടാവാം. ആരോട് വൈരം തോന്നുന്നുണ്ടെങ്കിലും ഈ മാതിരിയുള്ള ഒരു വിചിന്തനത്തിന് വിധേയമാക്കും അതിനെ. നിങ്ങളുടെ വൈരം കൊണ്ട് ഉണ്ടാവാൻ പോണത് നല്ലതോ ചീത്തയോ? ഒരു വേലിത്തറി കുഴിച്ചിട്ടത് ഒരു ചാൺ നീങ്ങിയെന്ന് പറഞ്ഞിട്ട് രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയൊരു നിയമയുദ്ധം തുടങ്ങി. അത് എവിടം വരെ ചെന്നു? ഹൈക്കോർട്ട് വരെ ചെന്നു. വേലിത്തറി അവിടെയാണോ നമ്മളെ കുഴിച്ചിടാൻ പോണത്? അങ്ങടെ യുദ്ധം തന്നെ, വക്കീല്, കോടതി, കേസ്, ഇതെന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ സ്ഥലം കുറച്ചങ്ങോട്ട് എടുത്തു, അതിനിപ്പോൾ എന്താ വേണ്ടേ? എന്തത്ര പരിഭ്രമിക്കാനുള്ളതെന്നാണ് ഞാൻ ചോദിക്കണത്. ഈ ഭൂമി നമ്മുടെയാണോ? ഈ ഭൂമി അതിൽ നമ്മൾ കുറച്ച് കാലിച്ച് ജീവിച്ചു പോണു. നമ്മൾ താമസിച്ച വീട് മക്കൾ വിറ്റ് വേറൊരു സ്ഥലത്തേക്ക് പോയി എന്ന് വരും, ആ സ്മരണയൊന്നും ഉണ്ടായി എന്ന് വരില്ല. സർവ്വ സ്ഥലവും ഇപ്പോൾ കൊടുക്കുക ചെയ്യണത്. വ്യവസായങ്ങളും അതുപോലെ കൊടുക്കുന്നുണ്ട്. ആ വേലിത്തറിയുടെ പേരിൽ, ആ തറിയുടെ പേരിൽ ഒരു വഴക്കും ഒരു നിയമയുദ്ധവും. ഇപ്പോൾ ഇവിടെ എന്താ? സംവിധസ്വ വിഷാംപദേ. അപ്പം അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് സന്ധിക്ക് തയ്യാറാവൂ. ശാന്തി സമാധാനം ഉണ്ടാവട്ടെ. സഹായഭൂതാ ഭരതാഹ തവൈവ സ്യുഃ ജനേശ്വര. അങ്ങ് ജനേശ്വരനാണ്, എല്ലാവരുടെയും ഈശ്വരനാണ്. പാണ്ഡവന്മാരും കൗരവന്മാരും അങ്ങയുടെ കുലത്തിൽപ്പെട്ട ആളാണ്. രണ്ടുപേരും കൗരവന്മാർ തന്നെയാണ്, കുരുവംശജന്മാരാണ്. ഇത് അയൽവക്ക രാജ്യം എന്ന് പറയാൻ പറ്റില്ല, ശത്രുരാജ്യം എന്ന് പറയാൻ പറ്റില്ല, മിത്രന്മാരാണ് അവർ. അപ്പോൾ ഒരേപോലെ ജനിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇനി രാജ്യത്തിൽ മഹാഭാരതം, നമ്മുടെ ഭാരതഭൂമിയിൽ ഒട്ടാകെയുള്ളവരെ അങ്ങയെ തലകുലിക്ക് സമ്മതിച്ച് ആദരവ് തരും. സഹായഭൂതാഹ ഭരതാസ്തവൈവ സ്യുർ ജനേശ്വര. ഈ സന്ധിക്ക് തയ്യാറായി നമ്മൾ ശാന്തി കൈവരുത്തിയെന്നുണ്ടെങ്കിലോ പാണ്ഡവന്മാരും കൗരവന്മാരും ദുര്യോധനാദികളും ഒരുപോലെ അങ്ങയുടെ അടുത്ത് വളരെയധികം സ്നേഹത്തോടു കൂടി വന്ന് പെരുമാറും. എല്ലാവരും അങ്ങയ്ക്ക് സഹായികളായി നിൽക്കും. ഈ വൈരം അനുവദിച്ചാലോ പാണ്ഡവന്മാർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, ദുര്യോധനൻ മാത്രം. ആ ദുര്യോധനൻ്റെ മനസ്സ് ശരിയല്ലല്ലോ, വക്രബുദ്ധിയാണല്ലോ. അവൻ ഇന്നേ വരെ ചെയ്തതൊക്കെ തെറ്റല്ലേ? ഏതെങ്കിലും ഒന്നിൽ ജയിച്ചിട്ടുണ്ടോ? ജയിച്ചിട്ടില്ല. വല്ലവിധവും ഏമിച്ച് ശാസിച്ച് കാര്യത്തിൽ നടത്താൻ പറ്റാത്തത് കളിയിൽ നടത്തി അമ്മാമനെ കൂട്ടുപിടിച്ച് അവരുടെ നന്മ കൊണ്ട് അവരെന്തു ചെയ്തു? 12 കൊല്ലം കാട്ടിലേക്കും 1 കൊല്ലം അജ്ഞാതവാസവും കൂടി നടത്തി. ഇത് മാത്രമേ അവൻ സമ്പാദിച്ചിട്ടുള്ളൂ. സ്വയം നിഷ്ഫലമാലക്ഷ്യ സംവിധസ്വ വിഷാംപദേ സഹായഭൂതാ ഭരതാഹ തവൈവ സ്യുഃ ജനേശ്വര. ലോകസ്യേശ്വരതാം ഭൂയഃ ശത്രുഭിശ്ചാപ്യധൃഷ്യതാം പ്രാപ്സ്യസി ത്വം അമിത്രഘ്ന സഹിത കുരു പാണ്ഡവൈഃ. കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറയാം, ലോകസ്യ ഈശ്വരതാം ഭൂയഃ ശത്രുഭിശ്ചാപ്യധൃഷ്യതാം. ഈ കുട്ടികളൊക്കെ ചെറുതായിരുന്ന കാലത്ത് അങ്ങക്ക് എന്തായിരുന്നു സ്ഥാനം? അങ്ങായിരുന്നു മഹാരാജാവ്. അന്നൊക്കെ ഇവർ കുട്ടികളാണ്. ആ കുട്ടികളായിരുന്ന സമയത്ത് നമ്മുടെ രാജധാനിയിൽ ഒരു വേർതിരിവുണ്ടായിരുന്നില്ല. അതുപോലെ ലോകസ്യ ഈശ്വരതാം ഭൂയഃ, ഈ ലോകത്തിൻ്റെ തന്നെ ഈശ്വരനായിത്തീരും അങ്ങ്. പാണ്ഡവന്മാരും അങ്ങയുടെ പുത്രന്മാരും കൂടി ഒരുമിച്ച് ചേർന്നാൽ അതിലുണ്ടാകാൻ പോകുന്ന ശക്തിയുണ്ടല്ലോ, അജയ്യത്വം, ഇത്രയാണെന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ദുര്യോധനൻ്റെ കൂടെ മാത്രം അങ്ങ് കഴിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിലോ അജയ്യത്വം കിട്ടാൻ പോണില്ല. പാണ്ഡവന്മാർക്കുള്ള ശക്തിയോ അജയ്യത്വമോ ഈ ഭാഗത്തില്ല എന്നുള്ളത് നമ്മൾ കണ്ടവരാണ്. ഗന്ധർവന്മാരായിട്ടുള്ള യുദ്ധത്തിൽ കർണൻ ഉണ്ടായിരുന്നില്ലേ? ശകുനി ഉണ്ടായിരുന്നില്ലേ? ദുര്യോധനൻ സ്വയം യുദ്ധം ചെയ്തില്ലേ? നിഷ്പ്രയാസം പിടിച്ച് ബന്ദികളാക്കിയോ?
ബന്ധനസ്ഥരാക്കിയോ? ആ ബന്ധനത്തിൽ നിന്ന് വിട്ടതാരാ? യുധിഷ്ഠിരൻ്റെ ഔദാര്യമാണ് വിടൂ എന്ന് പറഞ്ഞത്. അർജുനനെ പറഞ്ഞയച്ചതും യുധിഷ്ഠിരൻ്റെ ഔദാര്യമാണ്. അപ്പോൾ അങ്ങയുടെ പുത്രന്മാർക്ക് വലിയ ഒരു ശക്തിയുണ്ട്, പ്രതാപമുണ്ട്, ലോകം തലകുലിക്ക് സമ്മതിക്കാവുന്ന തരത്തിൽ എന്ന് വിചാരിക്കരുത്. ലോകസ്യേശ്വരതാം ഭൂയ ശത്രുഭിശ്ചാപ്യദൃശ്യതാം. നേരെ മറിച്ച് പാണ്ഡവന്മാരും കൂടി അങ്ങയുടെ അധീനത്തിലുണ്ടെങ്കിലോ ഒരൊറ്റ ആൾ ശത്രുക്കൾക്ക് ആർക്കായാലും പിന്നെ നമ്മുടെ രാജ്യത്തെയോ ആധിപത്യത്തെയോ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പ്രാപ്സ്യസി ത്വം അമിത്രഘ്ന അദൃശ്യതാം പ്രാപ്സ്യസി ത്വം എന്നാ പറയുന്നത്. ശത്രുക്കൾക്ക് ജയിക്കാൻ പറ്റാത്ത ഒരു അജയ്യത്വം, ഒരു ഇൻവിൻസിബിലിറ്റി അങ്ങ് നേടും. അമിത്രഘ്ന സഹിത കുരുപാണ്ഡവൈഹി. ആ സമയത്ത് അങ്ങയുടെ കൂടെ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് കുരുക്കന്മാരൊരു ഭാഗത്ത്, അങ്ങയുടെ പുത്രന്മാരും പാണ്ഡവന്മാരും ഒരുപോലെ ഉണ്ടാവുന്നു. ലോകസ്യേശ്വരതാം ഭൂയ ശത്രുഭിശ്ചാപ്യദൃശ്യതാം പ്രാപ്സ്യസി ത്വമമിത്രഘ്ന സഹിത കുരുപാണ്ഡവൈഹി. പാണ്ഡവൈർനിഹതൈഃ സംഖ്യേ പുത്രൈർവാപി മഹാബലൈഃ യദ്ബിന്ദേഥാഃ സുഖം രാജൻ തദ്ബ്രൂഹി ഭരതർഷഭ. ഇങ്ങനെ വരാതെ മറിച്ചാണ് സംഭവിച്ചത്. നമ്മൾ സന്ധിക്ക് ഒത്തുചേർന്നില്ല എന്നിരിക്കട്ടെ. പാണ്ഡവൈർനിഹതൈഃ സംഖ്യേ പുത്രൈർവാപി മഹാബലൈഃ. എന്താ അവിടെ ഉണ്ടാവുക? അങ്ങയുടെ പുത്രന്മാരും പാണ്ഡവന്മാരും കൂടി യുദ്ധം ചെയ്യും. ആ യുദ്ധത്തിൽ പാണ്ഡവൈഹി നിഹതൈഹി സംഖ്യേ, പാണ്ഡവന്മാരുടെ ഹസ്തങ്ങളിൽ അങ്ങയുടെ പുത്രന്മാർ, അങ്ങയുടെ സൈന്യം കുറെ മരിക്കും. ഒരു കൂട്ടർ മാത്രമായിട്ട് മരിക്കില്ല. യുദ്ധത്തിനുള്ള ശക്തി, ഒരുക്കങ്ങൾ, പാടവം, സാമർഥ്യം. അർജുനൊക്കെ പ്രത്യേകമായി പാശുപതാസ്ത്രത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്, ഗാണ്ഡീവത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഗാണ്ഡീവം കൊടുത്ത സമയത്ത്. വരുണൻ്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവവും ആവനാഴിയും കിട്ടിയത് ഖാണ്ഡവവനം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഞാനുണ്ട് കൂടെ. ആ ഗാണ്ഡീവധാരി ഉള്ളിടത്തോളം കാലം ആ ഗാണ്ഡീവധാരിയെ വെല്ലാൻ ഒരാളും ഉണ്ടാവില്ല. അപ്പം അങ്ങയുടെ പുത്രന്മാരും അങ്ങയുടെ ബലവും കാര്യമായിട്ട് മരിക്കും. പാണ്ഡവൈ നിഹതൈ സംഖ്യേ പുത്രൈ